ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായ ആളുകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ വീഡിയോയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിലേക്ക് വന്ന കാര്യമാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു 30 വയസ്സുവരെ നസറേത്തിലെ തൻ്റെ വളർത്തച്ഛനായ യോസേഫിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. യോസേഫ് ഒരു തച്ചുപണിക്കാരനാണ്, മരപ്പണിക്കാരനാണ്. മരപ്പണിക്കാർക്ക് എന്നും പണിയൊന്നുമില്ല എന്ന് മാത്രമല്ല, ആ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. യോസേഫുണ്ട്, മറിയാമുണ്ട്, മൂത്ത മകനായ യേശുവുണ്ട്. അതിനുശേഷം യാക്കോബ്, യോസെ, ശീമോൻ തുടങ്ങിയ മക്കളും പിന്നീട് ചില പെൺമക്കളുമുണ്ട്. അങ്ങനെ ഒരു വലിയ കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്വം യോസേഫിനുണ്ട്. യേശു തീർച്ചയായിട്ടും പ്രായമായി കഴിഞ്ഞ് താനും ഈ വളർത്തച്ഛനെ സഹായിക്കാനായിട്ട് പോയിട്ടുണ്ട്. കാരണം ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് മാത്രമല്ല, ഇവൻ തച്ചനല്ലയോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു തച്ചുപണി ചെയ്തു. തീർച്ചയായിട്ടും അത് നമുക്കൊരു മാതൃകയാണ്. പത്രോസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നാം പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരുന്ന് അഹോബത്ത് കഴിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്യണം. കാരണം ആദാമിനെ ഹവ്വയും ദൈവം സൃഷ്ടിച്ചാക്കിയിട്ട് പറഞ്ഞത് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുക, അതിനെ കാക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ പാപമില്ലാതിരുന്ന ആ കാലത്തും ആളുകൾ ജോലി ചെയ്യണമായിരുന്നു. ദൈവം തന്നെ 6 ദിവസം അധ്വാനിച്ചു. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്നാണ്. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹം കൂടാരപ്പണി ചെയ്യുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്ക് മാതൃകയാകാൻ വേണ്ടി കൂടെയാണ്. പൗലൂസ് ഒരു ലേഖനത്തിൽ എഴുതി, വേല ചെയ്യാത്തവൻ തിന്നുകയും അരുത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തു തന്നെ ആയാലും ജോലി ചെയ്യുന്നതിൽ നമ്മൾ അഭിമാനം ഉള്ളവരായിരിക്കണം. യേശു 30 വയസ്സുവരെ തച്ചുപണി ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷെ പതിവായിട്ട് പള്ളിയിൽ, അതായത് യഹൂദന്മാർ ശനിയാഴ്ചകളിൽ അവരുടെ
പള്ളികളിൽ അവർ ആരാധനയ്ക്ക് പോകുമായിരുന്നു. യേശുവും ഒരു ശബത്തും മുടക്കാതെ ആരാധനയ്ക്ക് പോയിരുന്നു. പതിവ് പോലെ അവൻ പള്ളിയിൽ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് യേശു എല്ലാ ശനിയാഴ്ചയും ദൈവം യഹൂദന് കൊടുത്ത ആ ശബത്ത് ആചരിക്കാൻ പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇരിക്കെ 30 വയസ്സായപ്പോൾ യേശു യോഹന്നാനെ തേടി പോവുകയാണ്. അക്കാലത്ത് യോഹന്നാൻ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അല്ലാതെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ലോകത്തെ സന്ദർശിക്കാൻ പോകുന്നു, അതുകൊണ്ട് അതിനായി നിങ്ങൾ ഒരുങ്ങണം എന്നുള്ള കാര്യം ലോകത്തെ അറിയിച്ചുകൊണ്ട്, ആളുകളെ അറിയിച്ചുകൊണ്ട്, അത് സമ്മതിക്കുന്ന ആളുകളെ, വിശ്വസിക്കുന്ന ആളുകളെ അദ്ദേഹം സ്നാനപ്പെടുത്തിയിരുന്നു. ഈ സ്നാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ബാബേലിൽ അടിമകളായിരുന്ന ആ കാലത്ത് ആണ് ഈ സ്നാനത്തിൻ്റെ ആരംഭം. കാരണം ഒരു പുറജാതി മാനസാന്തരപ്പെട്ട യഹോവയിൽ വിശ്വസിച്ചാൽ പരിച്ഛേദന കഴിക്കുകയാണ് വേണ്ടത്. പക്ഷേ ബാബേലിൽ ആ പരിച്ഛേദനയ്ക്കുള്ള സൗകര്യം ഇല്ലായിരുന്നത് കൊണ്ട് അവർ സ്നാനപ്പെടുത്തി പോന്നു. അങ്ങനെ അനേകർ നമ്മൾ എസ്തറിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്, അനേക പുറജാതികൾ യഹൂദന്മാരായി എന്ന്. അപ്പോൾ അവർ പരിച്ഛേദനയ്ക്ക് പകരം സ്നാനം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. സ്നാനപ്പെടുമ്പോൾ നമ്മളെ കാണുന്നില്ല, നമ്മൾ ശ്വസിക്കുന്നില്ല, മരണത്തിനും അടക്കത്തിനും തുല്യമാണ്. ഒരു പുതിയ ജീവിതത്തിനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് ഈ സ്നാനത്തിൻ്റെ അർത്ഥം. യേശുവിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. യേശുവിന് പുതിയ ജീവിതവും പഴയ ജീവിതവും ഒന്നുമില്ല. യേശു പാപമില്ലാത്തവനാണ്. സ്നാനത്തിൻ്റെ ആവശ്യമുള്ള ആളല്ല. മാനസാന്തരത്തിൻ്റെ ആവശ്യം യേശുവിനില്ല. കാരണം യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. പക്ഷേ യേശുക്രിസ്തു ഒരു യഹൂദ പശ്ചാത്തലത്തിലാണ് മനുഷ്യാവതാരം ചെയ്തത്. ഒരു യഹൂദ സ്ത്രീയിൽ നിന്നാണ്, യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും ദാവീദിന് ദൈവം വാഗ്ദാനം നൽകി, നിന്റെ സന്തതിക്ക് നിത്യരാജ്യത്വമായിരിക്കും എന്ന്. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിലെ നിത്യരാജാവ് കർത്താവ് യേശു ആയതുകൊണ്ട് തീർച്ചയായിട്ടും യേശു യഹൂദ ഗോത്രത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ ദൈവം യഹൂദ ഗോത്രത്തിൽ മനുഷ്യാവതാരം ചെയ്യണം. എന്തായാലും കർത്താവ് നമുക്ക് മാതൃകയായിട്ട്, നമ്മെ രക്ഷിക്കാൻ വന്ന കർത്താവ് നമുക്ക് മാതൃകയായി സ്നാനപ്പെട്ടു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പിന്നീട് അത് യേശു കൽപ്പിച്ചു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പെന്തക്കോസ്ത് നാളിൽ മാനസാന്തരപ്പെട്ട 3000 യഹൂദന്മാർ സ്നാനപ്പെട്ടു. പിന്നീട് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണ്ണൻ, അദ്ദേഹം സ്നാനപ്പെട്ടു, യേശുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. 9-ാം അധ്യായത്തിൽ പൗലൂസ് വിശ്വസിച്ച് സ്നാനപ്പെട്ടു. 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസും കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. 16-ാം അധ്യായത്തിൽ ലുദിയയും കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. കാരാക്കർപ്പമാനിയും കുടുംബവും വിശ്വസിച്ച് സ്നാനപ്പെട്ടു. 19-ാം അധ്യായത്തിൽ എഫേസോസിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്ന ആളുകൾ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. പിന്നീട് കൊരിന്തിൽ, ഗലാത്യയിൽ, കൊലോസ്യയിൽ, എഫേസോസിൽ, ഇവിടെയൊക്കെയുള്ള ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും യേശു കൽപ്പിച്ച സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. യേശു നമുക്കതിന് മാതൃക കാണിച്ച് തരികയാണ്. നാം വായിച്ചത് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നാണ്. യേശു സ്നാനപ്പെട്ട സമയത്ത് സ്വർഗം തുറന്ന് പിതാവ് പറഞ്ഞു, എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്ന് യേശുവിൻ്റെ മേൽ ആവസിച്ചു. ഇത് യോഹന്നാൻ കാണാൻ ഇടയായി. സ്നാനത്തിന് ശേഷം യേശു പോയത് മരുഭൂമിയിലേക്കാണ്.
അവിടെ 40 ദിവസം പിശാച് യേശുവിനെ പരീക്ഷിച്ചു. പക്ഷേ ആ പരീക്ഷയിലെല്ലാം യേശു ജയിച്ചു. എന്താണിത് കാണിക്കുന്നത്? അതായത് ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ ദൈവത്തിൻ്റെ അതിയാതനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി അവിടെ വെച്ച് അവരെ പരാജയപ്പെട്ടു. യേശു മിസ്രയീമിൽ പോയിരുന്നു, മിസ്രയീമിൽ നിന്ന് വന്നു, യോഹന്നാൻ്റെ കൈക്കീഴെ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. ഇസ്രായേൽ ചെങ്കടലിൽ സ്നാനപ്പെട്ടതുപോലെ യേശു യോർദാനിൽ സ്നാനപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പരാജയപ്പെട്ടു, പക്ഷേ യേശു മരുഭൂമിയിൽ ജയിച്ചു. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ സ്നാനമേൽക്കണം. പക്ഷെ പിന്നെ പരീക്ഷകളും വലിയ ഉപദ്രവങ്ങളും ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ജയജീവിതം നയിക്കാൻ കർത്താവിനെ തള്ളിപ്പറയാതെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായി സാധിക്കും. അതിൻ്റെ മാതൃകയാണ് നമുക്ക് കർത്താവ് കാണിച്ചു തന്നത്. അതിനാണ് കർത്താവ് യോഹന്നാനെ സന്ദർശിച്ച് സ്നാനം സ്വീകരിക്കാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, ഈ നിർമ്മലമായ സത്യം മനസ്സിലാക്കി യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ യേശുവിൻ്റെ ശിഷ്യരാകാൻ വേണ്ടി സ്നാനം സ്വീകരിക്കാൻ തയ്യാറാകണം. അതിനുള്ള ധൈര്യം, ആർജവം ദൈവം നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.